പുതിയ മാറ്റങ്ങൾക്കൊരുങ്ങുകയാണ് റയൽ മാഡ്രിഡ്. ഇത്തവണ ചാമ്പ്യൻസ് ലീഗിലും ലാലിഗയിലും കാലിടറിയവരാണ് റയൽ മാഡ്രിഡ്. ബന്ധവൈരികളായ ബാഴ്സലോണയ്ക്കെതിരെ സമ്പൂർണ്ണ പരാജയം നേരിട്ട സീസൺ. എതിരാളികൾ കരുത്താർജിച്ചതോടെ പുതിയ വെടിക്കോപ്പുകളെ എത്തിക്കാതെ മറ്റൊരു ഓപ്ഷനില്ലെന്ന ബോധ്യം റയലും തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. കാർലോ ആഞ്ചലോട്ടിക്ക് പകരം പുതിയ പരിശീലകൻ സാബി അലോൺസോയെ എത്തിച്ചതും ഇതിന്റെ ആദ്യപടി മാത്രം. മാസങ്ങൾക്ക് മുൻപ് തന്നെ ലിവർപൂൾ റൈറ്റ് ബാക്ക് ട്രെന്റ് അലക്സാണ്ടർ ആർണോൾഡിന്റെ ഡീൽ വിജയകരമായി പൂർത്തിയാക്കാനും റയലിന് സാധിച്ചു. ഏറ്റവും ഒടുവിലിത പ്രതിരോധ നിരയിലേക്ക് 20-കാരൻ ഡീൻ ഹൂസനെയും ഇംഗ്ലണ്ടിൽ നിന്ന് സ്പെയിനിലെത്തിക്കാൻ റയലിന് സാധിച്ചു. ഇംഗ്ലീഷ് ക്ലബ്ബ് ബോൺമൌത്ത് ആവശ്യപ്പെട്ട 58 മില്യൺ റിലീസ് ക്ലോസ് നൽകാൻ പോലും റയൽ സന്നദ്ധമാണെന്നാണ് റിപ്പോർട്ടുകൾ. മികച്ച ഫോമിലുള്ള യങ് സ്പാനിഷ് താരത്തെ എത്തിക്കുന്നതിലൂടെ പ്രതിരോധത്തിലെ പിഴവുകൾ പരിഹരിക്കാമെന്ന് തന്നെയാണ് റയൽ കണക്കുകൂട്ടുന്നത്. ലോങ് ബോളുകൾ നൽകാനുള്ള മികവും ടാക്ലിംഗിലെ കൃത്യതയുമാണ് സ്പാനിഷ് താരത്തെ റയൽ റഡാറിലെത്തിച്ചത്. കരിയറിൽ അവസാനത്തിൽ എത്തി നിൽക്കുന്ന ലൂക്ക മോഡ്രിച്ചിന്റെ പകരക്കാരനെയും റയലിന് ഇനി കണ്ടെത്തേണ്ടതുണ്ട്. ലിവർപൂളിൽ നിന്ന് മാക് അലിസ്റ്ററിനെ അടക്കം നോട്ടമിട്ടെങ്കിലും ലിവർപൂൾ വിടുന്നതിൽ അർജന്റീനൻ താരം ഇതുവരെയും നിലപാട് വ്യക്തമാക്കിയിട്ടുമില്ല. ട്രാൻസ്ഫർ വിൻഡോ തുറക്കാൻ ഇനി ദിവസങ്ങൾ മാത്രം അവശേഷിക്കെ ആരൊക്കെയാണ് റയലിന്റെ റഡാറിലുള്ളത് എന്ന് ഇനി കാത്തിരുന്ന് കാണണം.